നമുക്ക് രണ്ട് വലിയ ഭാഗ്യമാണ്. കാരണം മലയാളത്തിലെ ഇന്ത്യൻ സിനിമയിലെയും വളരെ പ്രധാനപ്പെട്ട രണ്ട് ചലച്ചിത്ര പ്രവർത്തകരാണ്. പ്രത്യേകിച്ച് മലയാള സിനിമ ഇന്ന് വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കോവിഡ് കാലത്ത് ഈ OTTയുടെ ഒരു പ്ലാറ്റ്ഫോം കൂടുതലായ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം മലയാള സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷകരുണ്ടായി. ഞാനിത് എടുത്തു പറയാൻ കാരണം എനിക്ക് വലിയ അഭിമാനമുണ്ട്. നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന ഇവരുടെ ഈ സിനിമകളുടെ ആരാധകരെ നമുക്ക് പിന്നെ ഇന്ത്യയിൽ എവിടെ പോയാലും കാണാൻ കഴിയും. സുഡാനിയെക്കുറിച്ച് പറയുന്നവരുണ്ട്, സൗദി വെള്ളക്കയെക്കുറിച്ച് പറയുന്നവരുണ്ട്. അപ്പം തിയേറ്റർ കഴിഞ്ഞാലും ആളുകൾ ദിവസവും ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയാൽ ഇത്ര കാലത്തേക്കാണ് സിനിമ കാണുന്നത്, പിന്നെ അത് എപ്പോഴെങ്കിലും TV-യിൽ പ്രദർശിപ്പിക്കുമ്പോഴാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ഈ ഡിസ്കഷൻ ഇവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ പോലും സൗദി വെള്ളക്കയും സുഡാനിയും എല്ലാം ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ മലയാള സിനിമയെക്കുറിച്ചും ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വന്ന സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ ഇടയ്ക്ക് തന്നെ വലിയ ചർച്ചയായി. ഹോളിവുഡിലെ സിനിമകൾ ബോളിവുഡിലെ സിനിമകൾ പരാജയപ്പെടുന്നു. അക്ഷയ് കുമാറിൻ്റെ ലേറ്റസ്റ്റ് നമ്മുടെ സൂര്യയുടെ പടത്തിൻ്റെ ഹിന്ദി റീമേക്ക് ബോക്സ് ഓഫീസിൽ പോയി. പക്ഷേ മലയാള സിനിമ ഒരേ സമയം തന്നെ കലാമൂല്യമുള്ളതായി കൂടുതൽ മാറുന്നു, അതേസമയം തന്നെ ബോക്സ് ഓഫീസിലും അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടുപേരും ആദ്യം സംസാരിക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വന്ന വഴി, ഒരു ജേർണി, ഒരു ഈ സിനിമാക്കാരനാവുക എന്ന ഇവിടെ എങ്ങനെ എത്തി, ഇപ്പോൾ ഈ മാറുന്ന ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ മാറുന്ന മലയാളം സിനിമ അതെന്തൊക്കെയാണ്, എങ്ങനെയാണത് മാറുന്നത്, അതിലെന്താണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നേരെ നമുക്ക് അവരിൽ നിന്നും നിങ്ങളോട് ചോദ്യങ്ങളുണ്ടാകും. അവരതാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം നമ്മൾ അപഹരിക്കുന്നില്ല. ആദ്യം തരുൺ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വന്നപ്പോൾ സംസാരിച്ചാണ് നമ്മളെങ്ങനെ സംവിധായകരായി എളിയ എന്ന് ചോദിച്ചപ്പോൾ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സഹായത്തിൻ്റെ അകമ്പടിയോട് മാത്രം സംവിധായകരായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം ഞാനങ്ങനെ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, മൂസിനും അങ്ങനെ അസിസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിവില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ സെൽഫ് മെയ്ഡ്. ഞങ്ങളുടെ സിനിമ, പേഴ്സണലി എൻ്റെ ഫിലിം എന്ന് പറയുന്നത് ഞാൻ കൂടുതലും സ്ക്രിപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സ്ക്രിപ്റ്റ് ഒരുപാട് ഡ്രാഫ്റ്റുകൾ വർക്ക് ചെയ്ത് അതാണ് എൻ്റെ പ്രോപ്പർ പ്രീ പ്രൊഡക്ഷൻ. ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വാർ ഫീൽഡാണ്. അത് നടന്നു പോകും, നമുക്ക് കോണ്ടൻറ്റുകൾ കിട്ടും. ദെൻ നമ്മൾ ആ സ്ക്രിപ്റ്റിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എഡിറ്റേബിളിൽ അത് നന്നായി വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പക്ഷക്കാരനാണ്. അപ്പം എൻ്റെ ഫിലിം ജേണി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റലി നമുക്ക് കിട്ടിയ ഫ്രീഡത്തിൻ്റെ ബാക്കി പത്രമെന്നുള്ള കിട്ടിയ ഒരു സഹായത്തിൽ ഡയറക്ടറായ സംവിധായകനാണ് ഞാൻ. നമസ്കാരം. അവൻ പറഞ്ഞാണ് കറക്റ്റ്. ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ തത്വത്തിൽ ആഗോള മുതലാളിത്തത്തിനെതിരെ നിലകൊള്ളുന്നവരാണെങ്കിലും നമുക്ക് കുറേ സഹായങ്ങൾ കിട്ടിയതിൽ ചില ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നതിന് ശേഷം ഇപ്പോൾ ഏത് ക്യാമറയിൽ യൂസ് ചെയ്യും, ഇപ്പോൾ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ടെക്നിക്കലി മനസ്സിലാകാൻ പറ്റുകയാണെങ്കിൽ 70 ക്യാമറ ഉപയോഗിച്ച് സമീർ തായർ പടം ഷൂട്ട് ചെയ്തു. ചാപ്പാകുരിശ് എന്ന സിനിമ സമീർ തായർ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത ആദ്യത്തെ കാര്യം. എന്ന് വെച്ചാൽ അതിന് മുമ്പ് നമ്മൾ ഈ PD 170 ക്യാമറയൊക്കെ വെച്ച് ഞങ്ങൾ വെറുതെ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് നോക്കാമെന്ന് പറയാം. അപ്പോൾ അപ്പോൾ ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് DSLR വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ഒരു സിനിമ എന്നുള്ള അറിവ് ഉണ്ടായപ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഒരു മ്യൂസിക് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എടുക്കുക എന്ന് പറഞ്ഞ ഐഡിയ നമുക്ക് പോസിബിൾ ആവുന്നത്. അത് നമ്മൾ എടുത്താലും നമുക്ക് മുമ്പൊക്കെ ഈ ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞാൽ ഫിലിം സൊസൈറ്റികളൊക്കെയാണ്, അത് ഫിലിം സൊസൈറ്റികൾ ക്യൂറേറ്റർമാരൊക്കെ അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന ആളുകൾക്കൊക്കെ കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ 4-5 പ്രേക്ഷകരെ കാണാൻ പറ്റും എന്ന് പറയുന്ന സാഹചര്യം. പക്ഷെ നമുക്ക് യൂട്യൂബിലിടാം എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. അപ്പം എന്ത് തരം കണ്ടന്റാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് അന്ന് ഈ ഇത്തരത്തിൽ ഫിലിം സൊസൈറ്റിക്കാരുടെ അടുത്തുനിന്ന് പോയിട്ട് അവരുടെ കയ്യിലുള്ള CD എന്തെങ്കിലും മേടിച്ചിട്ട് വേണം പടങ്ങൾ കാണാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഇൻ്റർനെറ്റ് വന്നതോട് കൂടിയിട്ട് യൂട്യൂബും പിന്നെ ടൊറൻറ്റിൽ നിന്ന് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും തുടങ്ങിയ സാഹചര്യങ്ങൾ വന്നതിന് ശേഷം അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആദ്യം എങ്ങനെ നമുക്ക് ഫിൽം മേക്കർ ആകാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിന് തന്നെ ഒരു സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ തരത്തിലുള്ള എല്ലാ സാമൂഹിക വിഭാഗത്തിൽ നിന്നുമുള്ള ഇവർക്കും തങ്ങളുടെ ആവിഷ്കാരങ്ങൾ നടത്തുവാനുള്ള, അത് അവതരിപ്പിക്കാനുള്ള വേദി ഇപ്പോൾ നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ സിനിമാക്കാരായത് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കാണിക്കാൻ പറ്റി, എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് കാണിക്കാൻ പറ്റിയെന്ന്. അങ്ങനെയാണ് സിനിമ അറ്റൻഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സിനിമയിലേക്കുള്ള വാതിൽ മുട്ടാനുള്ള ഒരു പരിചയപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. We can translate this too. Actually, he was trying to say it was the digital web and the digital world, the emerging of the digital world has helped a lot, because in first days back, if we are making a short film or a short fiction or something like that, we have to show it to the film society people, and they have to like it to show it to the public. Right now, there are a lot of medias like YouTube, we can put our own films, and there are a lot of other platforms. So it is just the content what we are putting there is guiding us to taken to another level and all. So how actually they both are saying like that they were not assisting anybody. It is the digital age. Because of that, they could come up with new contents and ideas. ഹലോ, അടുത്തൊരു കാര്യമുള്ളത്, ഞാൻ അതിലേക്ക് പോണതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ മലയാള സിനിമയിൽ വന്ന നമ്മൾ പ്രേക്ഷകരെന്ന നിലയിൽ വന്നത്, ഇപ്പോൾ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രമാണ് ഗ്യാരണ്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മാറ്റം, അങ്ങനെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയ്ക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. ഈ സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിലും സിനിമ സൂപ്പർ ഹിറ്റ് ആകുന്നുണ്ട്. സിനിമ പല രൂപത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം പല തലങ്ങളിൽ. ആ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതാണ്. The question was like, it was required to have a superstar in a film to take it like commercially forward and all those things. Now though, there are a lot of films in Malayalam film industry is coming up without any superstars, because of its content power and the actors power. It is going to another level. So what is their opinion on this scenario of films right now? അല്ല, ഈ ഉത്തരം പറയുമ്പോൾ നോക്കിയും കണ്ടും പറയണം. കാരണം ഞാനിപ്പം ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം ലാലേട്ടനെ വെച്ചൊരു പടം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പേഴ്സണലി ഐ ബിലീവ് ഇൻ കോണ്ടൻറ്റ്സ്. നമുക്ക് ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് കിട്ടി കഴിയുമ്പോൾ, ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ഓപ്പറേഷൻ ജാവ, രണ്ടാമത്തെ സിനിമ സൗദി വിളക്ക്, രണ്ട് സിനിമയും ഒരു ആർട്ടിസ്റ്റിനെയും മുന്നിൽ കണ്ടല്ല അത് പേപ്പറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഡ്രാഫ്റ്റുകൾ വർക്ക് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും വി ഗെറ്റ് സം ആക്ടേഴ്സ്, ഇവർ കോറിലേറ്റ് ചെയ്യാൻ പറ്റും, ഇവർ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും, ഇവരായിരിക്കും ബെറ്റർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു റിസൾട്ടിലോട്ട് വരുന്ന രീതിയിലാണ് ഐ ഡൺ മൈ ബോത്ത് മൂവീസ്, ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്കയും ഒക്കെ. അപ്പം ബിസിനസ് വൈസ് നമുക്ക് ഒരു പ്രേക്ഷകൻ്റെ അടുക്കയിലേക്ക് ഇങ്ങനെയുള്ള സിനിമകൾ എത്തിക്കാൻ ഉള്ള സ്ട്രഗിൾ ഭയങ്കര വലുതാണ്. അപ്പം ഞാൻ ഒരു മോഹൻലാൽ സിനിമയുടെ ഒരു ഐ ആം ഡൂയിങ് എ മൂവി വിത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞിടുന്ന ഒരു ഒറ്റ പോസ്റ്റ് കൊണ്ട് കേരളം മൊത്തം എത്തുന്നതും, ഞാൻ സൗദി വെള്ളക്കയും ഓപ്പറേഷൻ ജാവയും ഒരു വർഷത്തോളം ഇരുന്ന് പ്രൊമോട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പം ബേസിക്കലി ഒരു കോണ്ടൻറ്റ് ഏറ്റവും ഈസിലി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സ്റ്റാർഡം നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു ഭയങ്കര റിയലായിട്ടൊരു കോണ്ടൻറ്റ് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെതായ കാസ്റ്റിങ്ങുകൾ കണ്ടെത്തി, അതിൻ്റെ മ്യൂസിക്കുകൾ കണ്ടെത്തി, നമ്മളതിൻ്റെ ഡേ ബൈ ഡേ അതിന് വേണ്ടിയിരിക്കുന്ന ഒരു പ്രോസസ്സ് ഈസ് മോർ എൻജോയബിൾ. എന്നാൽ നമുക്കൊരു ഈ ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈവൻ നമ്മളൊരു സിനിമയുടെ ബിസിനസ് എന്ന് പറയും. ഇപ്പം ആർട്ടും ബിസിനസ്സും ചേർന്നതാണ് സിനിമ. അപ്പം ഈ ആർട്ടൊക്കെ നടക്കുന്നു, പക്ഷേ ഈ ബിസിനസ് ഓറിയൻറ്റഡ് ഏരിയയിലോട്ട് വരുമ്പോൾ എപ്പോഴും സ്റ്റാർഡം നമുക്ക് പിന്നിൽ നിന്നൊരു പുഷ് തരാറുണ്ട്. അത് എത്രമാത്രം ആളുകൾ തുറന്നു പറയുന്ന കാര്യമാണെന്നറിയില്ല. പക്ഷേ അറ്റ് ദ എൻഡ് പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് എല്ലാം നോക്കുമ്പം സ്റ്റാർഡം ഹെൽപ്സ് എ ലോട്ട്. നമ്മൾ ചെയ്യുന്ന കോണ്ടൻറ്റുകൾ പബ്ലിക്കിലേക്ക് റീച്ച് ആവണം. സോ ആ റീച്ച് ആകാൻ സ്റ്റാർഡം ഹെൽപ്പ് ചെയ്യാറുണ്ട്. But satisfaction more on real contents. He was telling actually, for him,
he's a director of both movie called Operation Java and Saudi Vellekka. So when he used to write his script, it is there is any star or anything who coming in his mind. It is only the content that what he is focusing on. But now he's doing a movie with Mohanlal actually. So he said that cinema is like both art plus business. So for both combination, maybe a stardom can help to an extent for its business or for its promotion, because when we work with the real characters and real stories and all, what he had done in his first 2 films, he has to sit and promote it for 1 year. But maybe when he announced this films with a superstar, it just goes like that. So sometimes for the business side of the cinema, the stardom could help. Not just business purpose. It's they're artists too. ആൻഡ് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഇപ്പം തരുൺ പറഞ്ഞ പോലെ നമ്മൾ കണ്ടൻറ് തന്നെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, കണ്ടൻറ് തന്നെയാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ആർട്ടിസ്റ്റിനെയും കണ്ടൻറ്റാണ് ഇൻസ്പയർ ചെയ്യുന്നത്. നമ്മൾ പോയിട്ട് ലാലേട്ട കച്ചവടം നടത്തുന്ന ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞാൽ തരില്ല. മമ്മൂക്കയുടെ അടുത്ത് പോയിട്ട് മമ്മൂക്ക നമുക്കൊരു കച്ചവടം നടത്തിയല്ലോ എന്ന് ചോദിച്ചാൽ സിനിമ ചെയ്യാൻ അവർ ഡേറ്റ് തരില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് ക്രാഫ്റ്റ് ഉണ്ട്, അവരെ ആർട്ടിസ്റ്റ് നിലക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടൻറ്റ് കൊടുത്താൽ തന്നെ അത് ഇപ്പോൾ അതിന് ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനിങ് മൂവി എന്നുള്ളതോ ഒരു ആർട്ടിസ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള മൂവി എന്ന് പറയുകയാണെങ്കിലും രണ്ടും പെർഫോമറാണ്. നിങ്ങൾക്കൊരു ചെയ്യാൻ പറ്റാത്ത ആളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ ഞാൻ ചീഞ്ഞിരിക്കും, ആൾക്കാർ കൈയടിക്കില്ല. അതിന് ക്രാഫ്റ്റ് വേണം. ഇപ്പോൾ അടിക്കണം എന്ന് പറഞ്ഞാൽ അടി ചെയ്യണമെങ്കിൽ ക്രാഫ്റ്റ് വേണം, ചുമ്മാ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ എടുത്തിട്ടുണ്ട്, തല്ലുമാല എടുത്തിട്ടുണ്ട്, ഞങ്ങൾ പ്രകൃതി പടം എടുത്തിട്ടുണ്ട്, വികൃതി പടം എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ലൈക്ക് ഇതിന് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണാൻ പറ്റില്ല. അത് ഇപ്പോൾ സ്റ്റാർ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സൽമാൻ ഖാൻ പടം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ സ്റ്റാർസിനും ഇഷ്ടമാണ്. അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി വേറെ ആൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അയാൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുന്നത്. സോ ഞാൻ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് പെർഫോമൻസ് ആണ്. പെർഫോം ചെയ്തിട്ട് സ്ക്രീനിൽ നിന്ന് എനർജി ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ 2Dയിൽ കാണുകയാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ ഇമോഷൻ നമ്മളുള്ളിൽ ഇവോക്ക് ചെയ്യണം. അയാൾക്ക് ദേഷ്യം വരുമ്പോൾ നമുക്കും ദേഷ്യം വരണം, അയാൾക്ക് സങ്കടം വരുമ്പോൾ നമുക്കും സങ്കടം വരണം. ഇത് ചെയ്യിപ്പിച്ചെടുക്കാൻ ആ ആക്ടറും കൂടി സമ്മതിച്ചാലേ, അല്ലെ ആക്ടർ അത് പെർഫോം ചെയ്ത് തന്നാലേ ഡയറക്ടർക്കും ഓക്കെ ഷോട്ട് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പാളിപ്പോയല്ലോ ദൈവമേ എന്ന് പറയേണ്ടി വരും. അതാണ്. I will tell you an example. I will tell you an example. While I committing this Mohanlal project, I got a call from Mohanlal sir and Rajaputra Ranjit, the producer, after completing Saudi Vellekka. They contacted me, they narrated a storyline, then I worked on that script. I worked around 4 to 5 drafted, and then I met Mohanlal. He was super happy, and suddenly he is saying that we are going to do this project by this month. I am having only 50 days or 45 days to shoot that project. That time I don't know how to manage a superstar. I never handled such kind of a superstar in the industry. I am really struggled. I am really confused how I manage him, how I manage the set. Then on a day, Lal sir contacted me and invited to his home, and he told me that I want to do this script. I really want to do this character. Tarun, don't change your filmmaking style. Stick on your filmmaking style and put me inside that filmmaking. Don't change your filmmaking style for me or for my production. That's the positive, that's the eager that he wants to do a good movie, or maybe he wants to do a character. That fire is there in both actors, in Mohanlal and in Mammootty or whatever, Prithvi or Nivin. Always there is a fire. We are just trying to, what we say, correlate all these things and make a good content. But about other industry we cannot talk. Like we don't know about them because the thing about Malayalam industry that we are, I think that most of the technicians, most of the filmmakers or writers, they belong to the middle class community. They have this exposure to the daily lives of the people. Even if only a few of the stars cannot step out of their home. Like they cannot come to Lulu Mall and do the shopping. So, but most of us, even you are the director, of
super hit movie or anything, you can step down or step out of your car, you know, have a cup of tea from the tea shop, you know. That's Malayalam industry. So we cannot compare Malayalam industry with the other film industry where, you know, the directors or filmmakers will be, traveling in supercars, you know, staying in 7-star hotels. You know, we are not that kind of filmmakers. So we cannot compare other industries with our industry. Sir, in today's context, we have seen there is a right-wing propaganda through cinema. That is one side. In Marathi film, there are different anti-caste movies are basically coming very forcefully, that you know. And in Tamil also, Paranjit and other people are doing Ambedkarite movie. What is scenario in Kerala? Is there any anti-caste or type of things are going on? Content-wise. So the form of cinema may be anything. But content, I'm asking about content and politics of the cinema. Your question is particularly about caste being discussed in Malayalam cinema, right? Casteism. Casteism, yeah. So Malayalam critics have been, you know, always have always engaged with these, you know, these analysis of caste in Malayalam cinema. But, you know, from my point of view, you know, it's I mean, talking about caste, you know, the politics of caste in Malayalam cinema is always discussed by the certain group of savior politics only. You know, not the survivors. Where caste is a survival question. You know, not it's. I mean, the mic hasn't been passed to the people coming from the lower caste. You know, yet. So. So we have. So okay, no. So there is this elitism in Malayalam cinema, I admit. And ഞാൻ അല്ല അതായത് സംഭാജി പറയാൻ ശ്രമിച്ചതിൻ്റെ എനിക്കും അതേ ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ മറാഠിയിൽ ആൻറ്റി കാസ്റ്റ് മൂവീസ് വരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ പാരഞ്ജിത്തിനെ പോലെയുള്ള ആളുകൾ, വെട്രിമാരനെ പോലെയുള്ള ആളുകൾ, ഇപ്പം മണികണ്ഠനെ പോലെയുള്ള ആളുകൾ, ഇപ്പം ഈ ജയ് ഭീം പോലെയുള്ള സിനിമകൾ, ആ രീതിയിലുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ആ രൂപത്തിലുള്ള ദളിത് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന, ഈ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ സ്ക്രീൻ ചെയ്ത സിനിമ പടയായിരുന്നു, കമലിൻ്റെ. ഇപ്പോൾ കമലിൻ്റെ പട ലാൻഡ് ഇഷ്യൂവിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ദലിത്, ലാൻഡ്, ആൻറ്റി കാസ്റ്റ് മൂവീസ് നമ്മൾ പറയുന്ന നമ്മൾ നല്ല സിനിമകളുടെ ഒരു സമയത്താണ് നിൽക്കുന്നത് ഇപ്പോൾ. അങ്ങനെ പർപ്പസായി ഇങ്ങനെ ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇപ്പോൾ ജയ് ഭീമിൽ തന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി കാലെടുത്ത് വെച്ചിങ്ങനെ ഇരിക്കുന്നതിന് ഒരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണ് ആ ഒരു ഒറ്റ സീൻ തന്നെ കൊടുക്കുന്നത്. അങ്ങനെ മനഃപൂർവ്വമായ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൂടി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? ആ ചോദ്യം that's the real issue. I mean, the real question is that, you know, we are in a delusion that we are not a casteist society. Yeah, okay, but we are. It's very delusional to think of ourselves as, you know, like we are so very progressive community and all, you know. So because, you know, if you look at it, there hasn't been a single narrative in the mainstream about any caste. So not yet. Why? So the question is still there. You know, there has been this trend of, you know, low caste narratives and all, you know, central, where they play the center of the universe. You know, yeah. So it's not about
we still can't. You know, it's not to us to. No, it's. I mean, so. Complexity of the cast is peculiar characteristic of the case. Whatever I have studied. So it's a Complex. it's very complex structure only, you know. So the it's very complex structure. So Like UP or like Maharashtra, some part of Maharashtra. It is complex. so The role of caste is, what we can say, the swaroop, uska jo form hai, the caste form is different. yeah, it's different. Content is there. The content is there, yeah. Content is there. So, is there any filmmaker is touching that thing, writing something? See, writing about land relationships, it's okay. We are talking about material things. But the caste operation, women operation, is a peculiar characteristic. And Kerala is a complex society. It is very complex. It looks very progressive, but the caste content must be there. I don't. So it's എൻ്റെ ചോദ്യം മുസ്ലിം പെരാരിയോടാണ്. അതായത് എന്നിനെ അത്ഭുതപ്പെടുത്തിയത് താങ്കളെന്ന സിനിമാ സംവിധായകനിലപ്പുറം എഴുത്തുകാരനെയാണ്. എൻ്റെ പ്രധാനപ്പെട്ട കാരണം താങ്കളുടെ എഴുത്തുകളിൽ, പാട്ടുകളിൽ, അതിൽ ചില പാട്ടുകൾ നമുക്ക് അതിൻ്റെ വരികൾ കൊണ്ട് വളരെ ഹൃദ്യമായിട്ട് തോന്നും, ചിലപ്പോൾ മ്യൂസിക് കൊണ്ട് തോന്നും. പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുള്ള പാട്ടുകളിൽ അതിൻ്റെ വരിയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പുതിയ തലമുറ വളരെ അടിച്ചുപൊളിയായിട്ട് പാടുമ്പോഴും അതിൻ്റെ അകത്ത് വലിയൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം കൃത്യമായിട്ട് പറഞ്ഞു വെക്കേണ്ടത് വടിവത്ത ഭാഷയിൽ, സംസ്കൃത ഭാഷയിൽ കറക്റ്റായിട്ട് ഉച്ചാരണത്തിൽ വരികൾ എഴുതുന്ന ആളുകളിൽ നിന്നും മഴയുടെ പര്യായമാണെന്ന് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് പറയാൻ അതിൻ്റെ അകത്ത് കഴിയുന്നുണ്ട്. അപ്പോൾ സമഗരിമയ്ക്ക് വേണ്ടിയുള്ള മുസ്ലിം പെരാരിയുടെ പോരാട്ടം എവിടെ എത്തി നിൽക്കുന്നു? Actually, like more than a director, his lyrics has more impact on the people, and whatever the different from the old lyricists, he tried to give some different, unique phrases and make it is very simple. And even the song which has he done the lyrics, equally lyrics and music is equally interesting. So what is his experience? What he has to say about it? yeah, I Yeah, write. yeah, he has written a lot of songs. Yeah. പറഞ്ഞോളൂ. ഞാൻ ലിറിക്സ് എഴുതിയത് ഫ്രം തമാശ എന്ന് പറഞ്ഞ മൂവി തൊട്ടിട്ട് എഴുതാൻ തുടങ്ങി. പിന്നെ തല്ലുമാല, ഒരു പാട്ട് പറഞ്ഞു. തല്ലുമാലയിൽ എല്ലാ പാട്ടും, തല്ലുമാലയിൽ എല്ലാ സോങ്ങും എഴുതി. എല്ലാ സോങ്ങും. പിന്നെ ഫാലിമി എന്ന് പറഞ്ഞ സിനിമയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ചായപ്പാട്ട് കേട്ടിട്ടുണ്ടോ? ചായപ്പാട്ട്, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ചായപ്പാട്ട് കേട്ടിട്ടുണ്ടാവില്ല? അങ്ങനെ കുറച്ച് സിനിമകൾ. ഭീമന്റെ വഴി, ഭീമന്റെ വഴി. So okay. No, he was just commenting on my lyrics, and it was not a question, so I cannot answer. You know, like I mean, so. Okay, so he particularly mentioned this line where I used this alab as like a line in my song, where I used samagama and samagarima in a very particular context, where we were talking about it's a love song. And there is this particular area where there comes this narrator talking about like the lovers and all, so he was like പ്രേമികൾക്ക് പാടില്ല, so the lovers can't have gama garima, then Actually the equation he is interpreting in the notes, and he would say padam, let's sing samagama samagarima, equal pride, equal dignity. So we no, I cannot sing, I'm not a singer. I just write songs, so maybe she can sing that song. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ചോദ്യം കൊണ്ട് കണ്ടോ, പല ആളുകൾക്കും മുസ്ലിം പെരാരി എന്ന പാട്ട് എഴുതുന്ന ആളെ പരിചയമില്ല. ഇപ്പം ഈ കളിയൂഞ്ഞാലിലെ തള്ളലില്ലാഞ്ഞൊക്കെ നമ്മൾ ഇതിലെല്ലാം കാണുന്നു. അതുപോലെ തന്നെ പടയാളികൾ ആയിരമായി തല്ലുമാലയിലെ പാട്ട് പാടി ഞാൻ മുളക്കമാലെ, ഇതെല്ലാം എഴുതിയ ഒരാളാണെന്നത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മുസ്ലിം പെരാരിയുടെ പോരാട്ടം എവിടെ എത്തി നിൽക്കുന്നു. ആളെ വേണ്ടത്ര പരിചയമില്ല. അതെ, അതുകൊണ്ട് ഞാൻ അതിപ്പോ ഇവിടെ എത്തിയിരിക്കണു. സോ ഇല്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. See, that I don't think today's Bollywood can think of that kind of a situation.
I'm reminded of, I want to, make this point, and that's why I'm, quoting this, I'm reminded of an incident. Herman Hesse's Siddhartha was made in Hindi, and Amitabh Bachchan was asked to become the hero. Amitabh Bachchan just refused that because he didn't want Simi Garewal to be the co-star. So subsequently Shashi Kapoor took it up. Now my question is, this is, if the kind of situation that you are talking about in Malayalam is so vastly different from the kind of situation that we see in Bollywood. So is context of Kannada. No, if film is business, also business, and if we are actually fast moving into corporatist kind of business, why this variation? How do you understand this variation? What are the kinds of social, historical, cultural contexts in which this variation take place? I don't know whether I have asked. Sir, yeah, you asked the right question, but you asked the wrong people. Because it's the job of anthropologists or cultural critics, to analyze it, because we don't know it. We don't have the exposure, I don't know Mumbai. I go to Mumbai for meetings, I arrive at the airport, or the railway station and go to the meeting place and meet the guy or the girl and come back. I don't know about Mumbai. So I don't know if Tarun knows. I think And the difference is huge. I mean, we can make a movie out of 10 crore here, with a star. You can't make that in Bollywood, and we don't make that kind of a gross from the box office too. So it's never comparable. actually we struggled a lot by the arrival of KGF for the 2-3 years. Every production company requires a movie like KGF. Every actors actually call us and to make a movie like KGF. Now it became filtering boy. The reality of Malayalam cinema is that we don't have that market. The thing is that our limitations have become our convenience, or I don't know. It's a convenience too sometimes, but it's a limitation too. So because you have you have to limit your imagination according to the budget you can actually have. So that challenge is there. And right now we don't have any. We have to make the profit out of the box office itself. At the maximum, film goers you can have, those who can understand Malayalam, is 50 lakhs. The maximum number of people who would come to theatre to watch a Malayalam cinema is 50 lakhs. The same thing is happening. Yeah. No, but Malayalam movie is popular even now OTT platforms. In OTT platforms only. The OTTs, the corporates wouldn't give us that kind of a money. No, they would give us peanuts. Because across the globe, how many Malayalis you can find who are interested to watch Malayalam cinema? But that would be very lesser than Malayalis, no? Like obviously, because we can't. We might have 4 crore Malayalis across the globe who would watch Malayalam cinema, and so that's our market, and we cannot compare ourselves with other big industries. Same. All regional cinemas are facing us. ഹലോ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ അതായത് നേരത്തെ ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് സിനിമ എന്നൊക്കെ പറയുന്നൊരു വാദഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാളത്തേക്ക് പിന്നെ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോൾ അത്ര ചർച്ചയാകുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തില്ലായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ആവേശം എന്ന് പറയുന്നൊരു മൂവി ഇറങ്ങിയപ്പോൾ അതിന് ഭയങ്കരമായ വളരെയധികം അത് ആഘോഷിക്കപ്പെട്ടുവെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ കമൻസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം കുട്ടികളെ അല്ലെങ്കിൽ യങ്ങർ ജനറേഷനെ ആൽക്കഹോളിസത്തിലേക്ക് നയിക്കും, ഇങ്ങനെയാണോ ഒരു സിനിമ വേണ്ടത്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇടക്കാലത്ത് വെച്ച് ഇപ്പം സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് സിനിമ എന്നൊക്കെ പറയുന്നത് നിന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും അതൊരു രീതിയിലേക്ക് വരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് സിനിമ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് സിനിമ, അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു?
നീ പറയാൻ കുറേ നേരെ സംസാരിക്കും. ഇല്ല, സമൂഹത്തിൻ്റെ പ്രതിഫലനം അങ്ങനെ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സൗദി വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് എത്ര പേര് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കണം, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഞാൻ ഇപ്പം എൻ്റെ 2 സിനിമകളും ഞാൻ എൻ്റെ സർക്കിളിൽ നിന്നും എൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും കണ്ടെത്തുന്ന വിഷയങ്ങളാണ്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സിനിമയാക്കുന്നതിൻ്റെ അകത്ത്. അപ്പം അത് കണ്ട് എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ആദ്യം കട്ട് ചെയ്ത് മറ്റേ സിഗരറ്റ് വലിക്കുന്ന പടത്തിനകത്ത് മോർണിംഗ് സൈഡൊക്കെ നമ്മൾ വാൺ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലിലേക്ക് ആവുന്നത്. അപ്പം എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ റീലുകളാണെങ്കിലും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരെയും. പുസ്തകങ്ങളാണെങ്കിലും നോവലുകളാണെങ്കിലും എല്ലാം അതിൻ്റെ അത് ശരി ഏതാണ് തെറ്റ് ഏതാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളൊരു സെൻസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് സിനിമയല്ല, അത് സ്കൂളും വീടുമാണ്. അപ്പോൾ അവിടെ നിന്നേ തുടങ്ങേണ്ട കാര്യങ്ങളാണ് പലതും. ഒരു കാര്യമുള്ളത്, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് അതിനകത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തരുൺ മൂർത്തിയുടെ സൗദി വെള്ളയ്ക്ക യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. അതിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഉപരിയായിട്ട് കോടതിയിൽ ഒരു കേസ് വന്നാൽ എത്ര കാലം എടുക്കും? നിങ്ങൾ അപരാധിയാകാം, നിരപരാധിയാകാം. അപ്പം അതിൽ തന്നെ ആ കുട്ടിയായിരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നെ അയാൾക്ക് ബാംഗ്ലൂരിൽ പോയി ജോലിയെല്ലാം കിട്ടി തിരിച്ചു വരുമ്പോഴും ഈ ഉമ്മ ഈ കേസുമായിട്ട് കോടതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇപ്പോൾ ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ എത്രമേൽ ഈ പീപ്പിൾ ആകണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ഡിസ്കഷനും കൂടെ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായ നന്ദി. റൈറ്റ് പ്ലേസ് ടു സേ താങ്ക്സ് ടു മോസിൻ ആൻഡ് മാസ്റ്റർ. Actually, Kot and Sudani inspired me to make Saudi Vellaika. When I watched Sudani in a theater, the kind of emotion that I got in the climax, I need to make a movie like this. I always discuss with Sakri and Mohsin how you created that emotion. I don't know, it's happiness or sad. It's a combination of both. I need a movie in my list like that kind of emotion. And also the Kot, the way of realistic approach, the detailing, both these both movies inspired to make Saudi Vellaika. I think this is the right place to admit that. Thank you. മോഹസിൻ പരാരിയോടാണ് ചോദ്യം. ഞാൻ ഇദ്ദേഹത്തെ നോക്കിക്കാണുന്നത് 2012 ഇറങ്ങിയ ദ നേറ്റീവ് ബാപ്പ എന്ന് പറഞ്ഞ ഒരു ആൽബമാണ്. എന്നുവെച്ചാൽ അത്ര സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആൽബം 2012 എഴുതി വെച്ച മനുഷ്യനാണ് ഇരിക്കുന്നത്. എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. അത് അത്രത്തോളം തരംഗമായി ഹിപ്പ് ഹോപ്പ് റാപ്പ് രംഗങ്ങളിലൊക്കെ ഒരുപാട് തരംഗമായിരുന്നു. ഞാനൊക്കെ ഇതിൻ്റെ ഓരോ ലൈനൊക്കെ ഇങ്ങനെ എഴുതി ബുക്കിൻ്റെ അകത്ത് വെച്ച് ഒന്ന് വായിച്ച് നോക്കിയായിരുന്നു. No capitalism race and Islam is a piece of definition. People are brainwashed for the television. Open your eyes, take a prejudice. ആ ഒരു വാക്കുകളും കാര്യങ്ങളും ഇന്ന് വന്ന് നിൽക്കുമ്പോൾ മുഹസിൻ പരാരി ഒരുപാട് പടങ്ങളും കാര്യങ്ങളും എടുത്ത് മുൻപോട്ട് പോകുന്നുണ്ട്. സമകാലിക വിഷയങ്ങളിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സന്ദേശമായിട്ട് ജെയ്ബീം പോലെ ഈ സുരറൈ പോട്ടറു അതൊക്കെ ഒരു വലിയൊരു സമകാലിക വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സന്ദേശമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് എത്തുവാൻ കഴിയുന്ന ഒരു സിനിമയിലേക്ക് താങ്കൾ എങ്ങനെ നോക്കി കാണുന്നുണ്ട്? അതിനെ നമുക്ക് സമൂഹത്തിൻ്റെ മുൻപിലോട്ട് എന്ന് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും? അല്ല, മനസ്സിലായി. സന്ദേശമുള്ള സിനിമകൾ എന്താണ് ചെയ്യുന്നതെന്നല്ലേ ചോദിച്ചേ. ആക്ച്വലി അതിനെക്കുറിച്ച് എനിക്ക് ഈ തർക്കം ഞങ്ങൾ ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട്. ഐ മീൻ പൊളിറ്റിക്കൽ സിനിമ എന്ന് പറഞ്ഞ സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ മീൻ ആസ് എൻ ആർട്ടിസ്റ്റ് യു ഹാവ് ടു ബി പൊളിറ്റിക്കൽ വൈൽ യു മേക്ക് യുവർ ആർട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമയും ഒരു കലാസൃഷ്ടിയും രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമല്ല. എല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള ടെക്സ്റ്റാണ്. എയ്തർ യു ആർ എ സ്റ്റാറ്റസ് ഗോയിസ്റ്റ് ഓർ അഗൻസ്റ്റ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ സോ എൻ്റെ എല്ലാ വർക്കുകളും ഞാൻ വിശ്വസിക്കുന്നത് സ്റ്റാറ്റസ് കോവിനെതിരെയുള്ള വർക്കുകളാണ്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ എനിക്ക് ഏറ്റവും പൊളിറ്റിക്കൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിയ സിനിമ തല്ലുമാലയാണ്. എൻ്റെ ഏറ്റവും പൊളിറ്റിക്കൽ ഗ്രാറ്റിഫിക്കേഷൻ എനിക്ക് തന്ന സിനിമ തല്ലുമാലയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിറ്റിക്സിൻ്റെ ഒക്കെ ചീത്ത കേട്ടതും അതാണ്. എനിക്ക് ക്രിറ്റിക്സിൻ്റെ ആവശ്യമില്ല. ഞാൻ മാസിൽ കണ്ടിട്ടുണ്ട് ഇമ്പാക്റ്റ് എന്താണ്. സോ ബിക്കോസ് അത് അപരിഷ്കൃതം, മോശം,
വില്ലന്മാർ, കോമഡി പീസുകൾ എന്ന് പറഞ്ഞ ആളുകളുടെ അഭിമാനത്തെ തിരിച്ചു കൊടുത്ത സിനിമയാണ് എന്ന് സ്ഥിരമായി നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അഭിമാനത്തോടെ ഞങ്ങൾ ഐഡൻറ്റിറ്റിനെ ഇനി കൊണ്ടു നടക്കും എന്നൊരു ഒരു സാമൂഹിക വിഭാഗത്തിനെ കൊണ്ട് തോന്നിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഗ്രാറ്റിഫിക്കേഷനാണ് ആവശ്യം. അല്ല ഇന്നത് പറയുന്ന സിനിമയാണെന്ന് ക്രിട്ടിക്സ് അഭിനന്ദിക്കണം എന്ന് നിർബന്ധമില്ല. എനിക്കതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടിയാൽ മതി. കാരണം ഞാൻ ആ സിനിമ ഇറങ്ങിയ ദിവസം രാവിലെ എൻ്റെ നാട്ടിലെ സീനത്താത്ത ഫോം വിളിച്ചിട്ടുണ്ട്. മൂസേജി വന്നാൽ എനിക്ക് ഞാൻ വെച്ചാൽ തേങ്ങാച്ചോറ് ഇറച്ചി കറി എന്ന് പറയട്ടെ, എനിക്കത് മതി. ക്രിട്ടിക്സ് ചീത്ത പറയുന്നതിനേക്കാൾ, കാരണം ഞാൻ ഇവിടെ പറഞ്ഞു മലയാളത്തിലെ ക്രിട്ടിക്സ് സേവിയർ പൊളിറ്റിക്സിൻ്റെ ആൾക്കാരാണ്. ഞാൻ സേവിയർ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്നില്ല. ആരും ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളും ഒരു സേവിയർ അല്ല വെയിറ്റ് ചെയ്യണത്. അവർക്ക് സംസാരിക്കാനുള്ള സ്റ്റേജിനെയാണ് വെയിറ്റ് ചെയ്യണത്. ക്രിട്ടിക്സ് ഒക്കെ എപ്പോഴും ഇസ് എ കൈൻഡ് ഓഫ് ഫ്യൂഡോ സൊസൈറ്റിയാണ്. അവരുടേതായ ലോകം, അവരുടേതായ രാഷ്ട്രീയം അത് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പം വൺസ് നമ്മൾ അതിലെ ക്രിട്ടിക്സിന് വേണ്ടി സിനിമ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വി നെവർ ഗ്രോ. നമ്മൾ കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം. അപ്പം റിവ്യൂവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിട്ടിക്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സിനിമകൾ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ വർക്ക്. മോസിൻ പിന്നെ ഈ പാട്ട് എഴുതുമ്പോഴേ ഒരു സംശയമാണ്. ഈ പാട്ട് എഴുതുമ്പം നിങ്ങളുടെ ഒരു അറിവ് അതിനകത്തിൽ ഉറപ്പായിട്ടും പുറത്തു വരും. ഈ ഞാനൊരു പാട്ടിൽ ഈ ഇടയ്ക്കുള്ളൊരു പാട്ടിൽ ആദ്യമായിട്ട് പ്രഥമ പരിഗണന തരൂ എന്നൊക്കെ എഴുതുന്നത് അത് അതിൻ്റെ ആ പാട്ടിനോട് അത്രയും ചേർന്നുകൊണ്ട് അത് എഴുതി. ഞാൻ കൊച്ചിലെ വായിച്ചത് എന്തായിരുന്നു പണ്ട് വായിച്ചുകൊണ്ടിരുന്നത്? ഒരു സംശയമാണ്, പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്? നേരിട്ട് കണ്ടാൽ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്? കാരണം അതിൻ്റെ ആ ഒരു ഒഴുക്ക്, ആ വരികളിലെല്ലാം പ്രഥമ പരിഗണന തരുമെന്ന് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത് എങ്ങനെയാണ് അത് കിട്ടിയത്? അത് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നില്ല, എന്തായിരുന്നു വായിച്ചത് കുഞ്ഞിലേക്ക് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ബാലരമേതനെ തുടങ്ങിയല്ലേ. പക്ഷേ ബഷീർ ഭയങ്കര ഇൻഫ്ലുവൻസ് എന്തായാലും നമുക്ക് എല്ലാ മലയാളി വായനക്കാർക്കും ബഷീറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിവിടെ പണ്ട് ഇത്രയുണ്ട് ഇങ്ങനെ നമുക്ക് റീൽസ് ഒന്നും ഇല്ലല്ലോ. വായിക്കാൻ കിട്ടുന്ന എല്ലാ സാധനവും കടുകട്ടി തന്നെയല്ലേ. മലയാള പത്രം എന്ന് വായിച്ചാൽ തന്നെ അല്ലേ, മലയാള പത്രം വായിച്ചാൽ തന്നെ പത്രഭാഷയാണത് അല്ലേ. പ്രഥമ പരിഗണനയൊക്കെ പത്രഭാഷയാണ് തോന്നുന്നത്. അപ്പം ഞങ്ങളൊരു രസത്തിന് അത് ഉപയോഗിച്ചതേ ഉള്ളൂ. പ്രഥമ പരിഗണന തരൂ അല്ലേ, തവ ഹൃദയ പാലകനാകും. അല്ല അത് തന്നെയല്ലേ റൊമാൻസിൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും പേഴ്സണലായിട്ടുള്ള വലിയൊരു സന്തോഷമുണ്ട്. കാരണം സിനിമ സ്വപ്നം കണ്ട ഒരു കൂട്ടുകാരനെ നിങ്ങൾ രണ്ടുപേരും നന്നായി ട്രീറ്റ് ചെയ്ത ഒരാളാണ്. അതായത് ലുക്കുമാൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം അന്നേരം അവൻ എന്നെ സിനിമ എന്ന് പറഞ്ഞ് വലിയ സ്വപ്ന ലോകത്തായിരുന്നു. ഇപ്പോൾ തരുൺ മൂർത്തി സാറിൻ്റെ 2 പടത്തിലും ലുക്കുമാനെ നല്ല വേഷം വെച്ചു. തല്ലുമാലയിലൊക്കെ ലുക്കുമാനെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതിൽ വലിയ എന്താ പറയുക വൈകാരികമായ സന്തോഷമുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങളോട് രണ്ടുപേരോടും ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലക്ക് ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കും. ഞാൻ മൂസിൻ പരാരിയോടുള്ളൊരു ചോദ്യം, നമ്മളൊരു മലബാർ മേഖല അല്ലെങ്കിൽ ഒരു സമുദായം സിനിമക്കകത്ത് പഴയകാല സിനിമകൾ ഒരു 90 സിനിമകൾ കണ്ടാൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും പല സിനിമകളിലും മലബാർ മേഖലയെ ഏത് രീതിയിലാണ് കാണിച്ചിരുന്നത് എന്നും അവർ സിനിമയോട് അത്ര അടുപ്പമുണ്ടായിരുന്നൊരു വിഭാഗമായിട്ടല്ല കാണിച്ചിരുന്നത്. പക്ഷേ മൂസിൻ പരാരി, സക്കരിയ, ഖാലിദുർ റഹ്മാൻ മുതലായ ആളുകൾ വന്നതിന് ശേഷം മലബാർ മേഖല സിനിമയെ ഒരുപാട് അടുപ്പത്തിലായി എന്നുള്ള, പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് സമുദായമൊക്കെ സിനിമക്കകത്ത് വലിയ റോളുകളുമായി തിരികെ വന്നു എന്നുള്ള. അപ്പോൾ അത് മൂസിൻ പരാരിയുടെ പല സിനിമ എടുത്താലും മലബാർ മേഖലയിൽ വലിയ ഒരു ആഘോഷമാണ്. അതൊരു ബോധപൂർവമായി മുന്നോട്ട് കൊണ്ടുവരുന്നതാണോ അതല്ലെങ്കിൽ അങ്ങനെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ എന്നുള്ളതാണ്. മലബാർ മേഖലക്കൊരു അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വിഭാഗത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിഗണന ബോധപൂർവമായി ഇടമില്ലാത്തൊരു വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ബോധപൂർവമായ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് വന്നതാണോ എന്നുള്ളൊരു ചോദ്യം. ബോധപൂർവമായി ചെയ്യുന്നതല്ല. പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ വേറൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ ഏറ്റവും സത്യസന്ധമായ. വേറെ ചെയ്യാൻ അറിയാത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഇപ്പം സിനിമ ഇപ്പോഴും ഞാൻ അടുത്ത 2 ചെയ്യാൻ വിചാരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞ സ്റ്റാർസിൻ്റെ അടുത്ത് പറഞ്ഞ സിനിമകളൊക്കെ ആ റീജിയൻ എന്നുള്ളതാണ്.
പ്രൊഡ്യൂസേഴ്സും എന്തൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു സിനിമയുടെ പ്രോസസ്സ് തന്നെയാണ് നമുക്കുള്ളൂ. നമ്മളൊരു തിരക്കഥ എഴുതുന്നു, അത് ഈ പറഞ്ഞ പോലെ നിക്ഷേപകനോ അല്ലെങ്കിൽ താരത്തിനെയോ പോയി കാണിക്കണം. അവർ കേൾക്കുമ്പോൾ അത് സിനിമയായിട്ട് തന്നെ അനുഭവിക്കാൻ സാധിക്കണം. അത് സിനിമയായിട്ട് അനുഭവിച്ചാൽ അത് സംഭവിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ആ റീജിയനിൽ നിന്നുള്ള ഉള്ളടക്കങ്ങൾ വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ചോദ്യം വരുള്ളൂ. അതാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഈ സിനിമ വരുന്നു എന്നതല്ല അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ക്വസ്റ്റ്യൻ. അതായത് അവിടെ നിന്നുള്ള ഉള്ളടക്കങ്ങൾ വരുമ്പോൾ മാത്രം ഇതിന് പിന്നിൽ ബോധപൂർവമായ ഒരു പരിശ്രമം ഉണ്ടോ? ബോധം ഉപയോഗിച്ച് തന്നെ ഇത് എഴുതാൻ പറ്റുള്ളൂ, അത് ബോധമില്ലാതെ എഴുതാൻ പറ്റില്ല. പക്ഷേ ഇതാ, അതായത് അവിടുന്ന് വരുന്ന ആൾ സിനിമ ഇത് അവിടുത്തെ ആൾക്കാരെ വെച്ചോ അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചോ ഉപസംസ്കാരത്തെക്കുറിച്ചോ അയാളുടെ ഉള്ളടക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് സ്വാഭാവികമായി കാണാൻ പറ്റാത്തത്? അവിടുന്ന് ഒരാൾ അവിടുത്തെ കഥ പറയണു, വളരെ സാധാരണ കാര്യമല്ലേ? പക്ഷെ അപ്പോഴേക്കും അതിനെ കാണുമ്പോൾ പേടിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. ആ ചോദ്യം വരുന്ന സ്ഥലമാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്, ഈ സിനിമ വരുന്നതിനല്ല. കാരണം ഇത് സിനിമയല്ലേ വരുന്നത്, നിങ്ങൾക്ക് രസം ഉണ്ടായതുകൊണ്ടല്ലേ ആ സിനിമയായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അതല്ലാതെ അവിടുന്ന് ഉള്ളടക്കം വരുമ്പോഴേക്കും നിങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ആ അസ്വസ്ഥതയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്, ആ സിനിമയല്ല. ഐ തിങ്ക് ഇറ്റ്സ് മോർ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ഷൻ. നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മനസ്സിലാകുന്ന ആളുകളോട് ഒരു പരിപാടിക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കണക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ കളി അറിയുന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ ഇനി അങ്ങോട്ട് മാറി നിൽക്കട എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നിടത്താണ് അപ്പുറത്തുള്ളതെങ്കിൽ പാസ് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിപ്പം ഞാൻ പറയണത് ഇപ്പം അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് ഇതിൻ്റെ അത് ഒരു ലോബിയും ഇല്ല. ചോദ്യമുണ്ട് ചോദിക്കട്ടെ ചേട്ടാ? ഇവിടെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഡയറക്ഷൻ ഓൾറെഡി ആരടുത്തും അസിസ്റ്റ് ചെയ്യാതെയാണ് വന്നിട്ടുള്ളത്. ഡയറക്ഷൻ ആരടുത്തും അസിസ്റ്റ് ചെയ്യാതെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് ഈ ഇൻ്റർനെറ്റിൽ അറിയാൻ പറ്റും. ഇപ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ചും DA സൗണ്ട് ഇതൊക്കെ നമുക്ക് ഒരുവിധം ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ നമ്മൾ ഡയറക്ഷൻ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ ക്യാരക്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് അവർ നമ്മുടെ ഒരു മീറ്ററിൽ കൊണ്ടുവരണം. അല്ലേ, നമ്മളെന്ത് വിചാരിക്കുന്നു ആ മീറ്റർ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ മീറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് അത് നിങ്ങളെങ്ങനെയാണ് ഗെയിൻ ചെയ്തത്? ലൈക്ക് അത് അല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു സംവിധായകൻ എന്ന് പറയുന്നത് അയാൾക്കൊരു കൃത്യമായൊരു വിഷൻ വേണം. എങ്ങനെ ആയിരിക്കണം ആ സിനിമ എടുക്കുന്നത്, അതിൻ്റെ ഒരു മ്യൂസിക്കലി ആയാലും അതിൻ്റെ എസ്തറ്റിക് ആയാലും എങ്ങനെയാണ് ആ സിനിമ ഇരിക്കണമെന്ന് ക്ലിയർ വിഷൻ വേണം. ആ വിഷൻ പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആളുകളോട് സംസാരിക്കാൻ പറ്റണം. അപ്പം പിന്നെ പ്രോപ്പറായിട്ടൊരു മാനേജ്മെൻറ്റ് സ്കിൽ. ഇങ്ങനെ ഒരു 100-150 പേരൊക്കെ ഉണ്ടാകുന്ന സെറ്റിൽ ഇത്രയും പേരെ അവരുടെ ഈഗോസിന് ഹേർട്ട് ചെയ്യാതെ അവരെ ഒരു കൈക്കുമ്പിളിൽ കൊണ്ടുവരുന്ന അവസാനം വരെ ഈഗോകൾ പൊട്ടാറുണ്ട്. പൊട്ടുമ്പോൾ പോലും അതിനെയൊക്കെ ടാക്കിൾ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്വന്തം ഈഗോ, നമ്മുടെ ഈഗോനെയൊക്കെ ഇങ്ങനെ കടിച്ചമർത്തി അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇത് ഞാൻ പഠിച്ചത്, ഞാൻ ഒരു 4 വർഷം കോളേജ് അധ്യാപകനായിരുന്നു. അപ്പോൾ ഒരു 4 വർഷത്തെ കോളേജ് അധ്യാപനത്തിൽ നിന്നാണ് എങ്ങനെ ഈ തെറുപ്പ് പിടിച്ച പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുക. പല രീതിയിൽ വരുന്ന ഒരു ബാക്ക് ബെഞ്ചിരിക്കുന്നവന്മാരെ, ഫ്രണ്ട് ബെഞ്ചിരിക്കണമാരെ, ടൂർ പോകുമ്പോൾ അവന്മാർ എടുത്തിയാട്ടം പരിപാടിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കി ഓക്കെ എനിക്കൊരു വലിയ സെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ വർക്ക് ഫ്ലോ വേറെ ആയിരിക്കും. ലൈക്ക് അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഫിലിമിൻ്റെ വർക്ക് ഫ്ലോയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓബ്വിയസ്ലി ഒരു ഫിയർ ഉണ്ടാവുമല്ലോ. ലൈക്ക് ഇത് ഹൗ ടു മാനേജ് ദിസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിയർ എങ്ങനെ ഓവർകം ചെയ്തത്? അല്ല, ആ ഫിയറിന് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ടീമാണ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മളൊരു കംഫർട്ട് സോണിലെ ടീമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ പല ലോബിയിൽ നിന്നൊക്കെ വിളിക്കും. അപ്പോൾ നമുക്ക് ആ കംഫർട്ട് സോണിൽ നിന്ന് സിനിമ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓരോ ദിവസത്തെ പ്രഷറും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. നമുക്ക് എല്ലാ ദിവസവും സെറ്റിൽ ഇറങ്ങി പണിയെടുത്ത് തിരിച്ചു വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വേണം എന്നുള്ളതാണ് എല്ലാ സെറ്റിലും എല്ലാ ഡേയിലും ഞാൻ പറയുന്നത്. തിരിച്ചു പോകുമ്പം ഹാപ്പി ആയിരിക്കണം. അപ്പോൾ ഹാപ്പി ആണോന്നുണ്ടെങ്കിൽ വി നീഡ് എ ഗുഡ് ടീം വർക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കൊരു വിഷൻ ഉണ്ടാക്കാം. വിഷനൊപ്പം നിൽക്കുന്ന ഒരു ക്യാമറമാൻ ആയിരിക്കണം, അല്ലെങ്കിൽ എഡിറ്റർ ആയിരിക്കണം. അല്ലാണ്ട് ഇവരൊക്കെ തോന്നും പോലെ പോയി കഴിഞ്ഞാൽ അതൊരു സിനിമയാവുള്ളൂ. അപ്പോൾ ആ വിഷൻ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക, അത് മനസ്സിലാവുന്ന ടീം ഉണ്ടാക്കുക. അത് ഞാൻ പറഞ്ഞത് അതിന് അൾട്ടിമേറ്റ് സൂപ്പർ ക്യാമറമാൻ വേണമെന്നോ അൾട്ടിമേറ്റ് അങ്ങനെയല്ല. നമ്മൾ പറയുന്ന മനസ്സിലാവുന്ന ഒരാൾ മതി. പിന്നെ അത് സംഭവിച്ചു. ഓക്കെ,
തന്നെ നോക്കുമ്പോൾ ഇറ്റ് വാസ് സോ പാത്തറ്റിക് ദ ഡയലോഗ് ഡെലിവറി ഡബിങ്. അപ്പോഴെനിക്കുണ്ട് അതേ ഒരു ഹിന്ദി മൂവി മലയാളത്തിൽ കണ്ടാൽ ഡബിങ് ഈസ് ഓൾസോ സോ നാച്ചുറൽ, ലൈക്ക് നമുക്കത് ഇറ്റ്സ് നോട്ട് ജാറിങ് ഓർ ഇറ്റ് ഡസ് കിരിക്കിരി ആവുന്നില്ല. എന്താ കിരിക്കിരി മീൻസ് സോ നമ്മുടെ അത്ര നല്ല സിനിമകളെ മലയാളത്തിൽ ഉണ്ടാക്കി അതിന് വേൾഡ് ക്ലാസ് ആണ് മലയാള സിനിമകൾ. അതൊരു ജസ്റ്റ് ബിക്കോസ് ഓഫ് ഡബിങ് അവരാരോ എങ്ങനെയോ ചെയ്യും ഡബിങ്ങിന്. അതിന് നമുക്കൊന്നും ശരിയാക്കാൻ പറ്റത്തില്ല. അല്ല, ഇറ്റ്സ് വെരി ഐ ഫെൽറ്റ് വെരി സാഡ് ആക്ച്വലി. പിന്നെ അവർ ആ ഭാഷയിൽ നോക്കുന്ന ആൾക്കാരെ ചിന്തിക്കുക ഇതെന്താ ഇങ്ങനെ ഇതാക്കുന്നത്. ഇല്ല, ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ഈ OTT ബിസിനസ്സൊക്കെ നടന്നു കഴിയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും വി നീഡ് ഇന്ന ലാംഗ്വേജിലൊക്കെ ഡബ്ബ് വേണം എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് വരുന്നത്. അപ്പം ആ സമയമെന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും റിലീസിനോടനുബന്ധിച്ച് നിൽക്കുന്നൊരു 30 ഡേയ്സിനുള്ളിലാണ് എപ്പോഴും. അപ്പോൾ ഇത് ഡയറക്ടറോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ക്രക്സ് അറിയാവുന്ന ഒരാൾ പോലും ഈ പ്രോസസ്സിൽ ഇരിക്കാറില്ല. എന്ന് വെച്ചാൽ ഡബ് ചെയ്യണ സമയത്ത് അതൊരു കോൺട്രാക്റ്റ് പോലെ പലപ്പോഴും പലയിടത്തേക്ക് തമിഴിലും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരത് സോൺലി ഫോർ ബിസിനസ് എന്നുള്ള രീതിയിലായി ഈ പറയുന്നത്. എനിക്കാണെന്തോ മലയാളികളെല്ലാം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ അങ്ങനെ എനിക്കൊരു ഇതുണ്ടോ. സോ ദ മേ ബി മെനി മലയാളീസ് നമ്മുടെ ആക്ടേഴ്സിനെ ഡബ് ചെയ്യാൻ പാടില്ല എന്നുള്ള. അല്ല, നമ്മുടെ മലയാളീസ് പറ്റത്തില്ല. ആക്സെന്റ് ഹെവി മലയാളി ആക്സെന്റ് ഈസ് ദേ കാൺട്ട് സ്പീക്ക് ഇൻ എനി അതർ ലാംഗ്വേജസ് അക്കോർഡിംഗ് ടു മീ ബിക്കോസ് ദേ ഹാവ് ദറ്റ് ഹെവി മലയാളം ആക്സെന്റ്. അത് അങ്ങനെ ചെയ്യരുത്. പക്ഷേ എനിക്ക് കാണുന്നത് ദ മേ ബി ഗുഡ് ഡബിങ് ആർട്ടിസ്റ്റ് ഇത് ഒരു പെട്ടെന്ന് ആരാരോ എടുക്കും ഈ ചിത്രം മൊണോട്ടനസ് ആയിട്ടാണ് അത് വരുന്നത്. ഒരു ഡയലോഗിൽ ഒരു ഡ്രാമ ഇല്ല, ഒന്നുമില്ല, ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇതാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. Just a matter of business actually. No, we don't get that's more money to invest for dubbing and all, like for the dubbing rights we get peanuts only, so the producers would be hiring cheaper labor, so. ഹലോ, തരണേട്ടനോടാണ് ചോദ്യം. ഇതുവരെയായിട്ട് സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ടൊന്നും സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോഹൻലാലിനെ വെച്ചുകൊണ്ട് പുതുതായി ഒരു സിനിമ 360 ഇറങ്ങാൻ വേണ്ടി അതിൻ്റെ പണിപ്പുരയിലാണ്. ആ സിനിമയുടെ വിശേഷങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, സൂര്യയുടെ ഇപ്പോൾ ഒപ്പമുള്ളൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരികയും വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തു. അതിനിട്ടുള്ള ക്യാപ്ഷൻ 360-ൽ സൂര്യ ഇല്ല എന്നല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയെ ആ ഒരു രീതിയിലുള്ള ഒരു ആസ്പെക്റ്റിലുള്ളൊരു ആ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ ഒരു തോട്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല, ലാൽസാൻ്റെ പ്രോജക്റ്റ് ഇനിയും 25 ഡേയ്സും കൂടി ഷൂട്ടുണ്ട്. അതിപ്പോൾ ഓഗസ്റ്റിൽ ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ പാരലി അതിൻ്റെ എഡിറ്റും മ്യൂസിക് വർക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എന്നെപ്പോലൊരാൾക്ക് അതിൻ്റെ ഒരു ഭയങ്കരമായൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ. അപ്പോൾ അത് എൻ്റേതായ രീതിയിൽ നമ്മളുടേതായ ഒരു വിഷനോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമ നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, ഈ സിനിമ ഇങ്ങനെയാണ് വരേണ്ട. ആ വിഷൻ എല്ലാവരോടും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ്, ഈവൻ ലാൽ സാറിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ മീറ്ററിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ടിൽ നൗ. ഇനി അങ്ങോട്ടും 25 ഡേയ്സും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എനിക്കൊരുപാട് ഹോപ്പും പ്രതീക്ഷയൊക്കെ ഉള്ള സിനിമയാണ്. നമ്മൾ ഹോപ്പ് വെച്ചിട്ട് കാര്യമില്ല, നമ്മളുടെ ഹോപ്പുകൾ ഇത് കാണാൻ വരുന്ന ആളുകളുടെ ഹോപ്പിനൊപ്പം മീറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ബെറ്റർ സിനിമയാകുന്നത്. അപ്പം അത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് സോഷ്യൽ മീഡിയ ആളോ ഇരുതലം മൂർച്ചയുള്ള വാളാണ്. എപ്പം തിരിഞ്ഞു കുത്തും എപ്പം തിരിഞ്ഞു കുത്തിയില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ആളുകൾ അതിൻ്റെ അകത്ത് ഇന്ന ആളുണ്ടോ എന്നൊക്കെ രീതിയിൽ ഈവൻ അർജുൻ ദാസ് വെറുതെ സെറ്റിലൊന്ന് വന്നു പോയപ്പോൾ തന്നെ അർജുൻ ദാസ് സിനിമയിലുണ്ട് എന്ന് ന്യൂസ് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഫോട്ടോ ഇട്ടപ്പോൾ ഇതിൻ്റെ അകത്ത് സൂര്യ ഇല്ല, ഞാൻ ജസ്റ്റ് കണ്ടതാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് അതിന് തന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അപ്പം സോഷ്യൽ മീഡിയ പണ്ടൊക്കെ ഒരുപാട് എഴുതിയിടുമായിരുന്നു. അപ്പം മോശം ചോദിച്ചു ഇന്ന് വന്നപ്പോൾ നീ ഇപ്പോൾ ഒരുപാടൊന്നും എഴുതിയിടാറില്ലോ, അനുഭവങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എഴുതണ്ട എന്ന് തീരുമാനിച്ചതാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണല്ലോ. അപ്പം ഇന്നലകളിലെ മലയാള സിനിമയിലെ മലയാള സിനിമയിലെ കഴിഞ്ഞ കാലങ്ങളിലെ പല പദപ്രയോഗങ്ങളും കാര്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാലത്ത്
സിനിമാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ടോ? അങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നാണോ അങ്ങനത്തെ ഇത് കാരണം? ഇല്ല, അത് അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പണി തന്നെയാണത്. അപ്പോൾ അതിന് കുറച്ചുകൂടി സുബോധത്തോടുകൂടി അതിനെ കുറച്ചുകൂടി ഇപ്പോൾ പല ഏരിയകൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സ്പേർട്സിനോടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും, ഇങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന ക്രിട്ടിക്സിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്, ബുദ്ധിജീവികളോട് സംസാരിക്കും, ഇവിടുത്തെ സജീവമായിട്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ സംശയം ചോദിക്കാൻ വിളിക്കും, റിസർച്ച് നടത്തും. പിന്നെ റൈറ്റ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വിഷനുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് ആ സിനിമ ഡിസ്കസ് ചെയ്യും, ക്രിട്ടിക്കലി അതിനെ അനലൈസ് ചെയ്യും, അതിന് ഇതുപോലുള്ള കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ. നമ്മൾ അങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സിനിമ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഡിബേറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെ ഇനിയിപ്പോൾ എത്ര കളിയാക്കിയാലും അതിന് പരിഹസിക്കുന്നവരുണ്ട്, പക്ഷേ ആ ഡിബേറ്റിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. അത് ഇപ്പം പ്രത്യേകിച്ച് ജെൻഡർ ക്വസ്റ്റ്യനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇഷ്ടംപോലെ സംസാരിച്ചിട്ടുണ്ട്. ചലച്ചിത്ര പ്രവർത്തകരായിട്ടുള്ള നടിമാരായിട്ടുള്ള ആൾക്കാർ, ഫിലിം മേക്കേഴ്സ്, റൈറ്റേഴ്സ്, അവരൊക്കെ സംസാരിച്ചത് ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നത് വലിയ നിഷേധമായിരിക്കും. ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർസിന് ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് അവരുടെ പൊസിഷൻ എന്താണെന്നൊക്കെ പറയാൻ അവർ നിർബന്ധിതരായിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് ബോധപൂർവം സംസാരിക്കുന്നവരായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വാധീനം ഉണ്ടാക്കുന്ന സംവാദങ്ങളാണ്, അത് നിലനിൽക്കുക തന്നെ വേണം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് സിനിമ ചെയ്യണം, വേറെ വഴിയില്ല. നിറച്ച് സ്നേഹമായിരുന്നു എന്നുള്ളതാണ് അത് മുഴുവൻ. ഇപ്പോൾ സുഡാനിയിലാണെങ്കിലും എല്ലാ കഥാപാത്രങ്ങളും സ്നേഹമുള്ളവരാണ്. എങ്ങനെയാണ് ഒരു സിനിമയിൽ എല്ലാവരും സ്നേഹമുള്ളവരാണ്, സ്നേഹമുള്ളവരല്ലാത്തവർ ആയിട്ടുമില്ല. ഒരു ചെറിയ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടായിരുന്ന അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അതുപോലെ തന്നെയാണ് സൗദി വെള്ളയ്ക്കായാലും എല്ലാം നിറയെ എല്ലാവരും സ്നേഹമുള്ളവരാണ്. ഞാൻ കനകയും കൂടെ ഒരുമിച്ചിരുന്നാണ് കണ്ടത്. അപ്പോൾ അതിൽ ഒടുവിൽ ബ്രിട്ടോ വിൻസെൻ്റ് മറ്റേ ലുക്മാൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആണടാ മനുഷ്യർ, ഇത്രയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലവരാണ് മനുഷ്യരെന്ന് പറയുന്ന ലാസ്റ്റ് ഡയലോഗ്. അതും ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഒരു സിനിമയിൽ, തമിഴ് സിനിമയിലെ ഒരു സീനാണെങ്കിൽ ഈ ഡയലോഗും ഈ പുതിയ കാലത്തൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിന് രണ്ടുപേരോടുള്ള നന്ദി കൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഫെസ്റ്റിവലിൻ്റെ പേരിലുള്ള നന്ദി കൂടി അറിയിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു.